അമ്മുക്കുട്ടി സച്ചിക്കുട്ടനും ഫൈസിക്കുട്ടനും ഇതേ സ്കൂളിൽ പോവാണ് ഗൈസ്. കുട്ടി സ്കൂളിൽ പോകുന്നതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും. ഇത്രയും ദിവസം എന്റെ കൂടെ ഉണ്ടായിട്ട് ഇനിയിപ്പം ഞാൻ ഇനി ഒറ്റയ്ക്കല്ലേ വീട്ടില്. ഏറ്റവും പൈസയും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞാൻ ഉമ്മാരുടെ ബസ് വന്നു കേട്ടോ. അവളും കൂടെ പോവാണ്. ബസ്സിലെ കാക്കാക്കിയത്തേക്ക് ഇവളോട് ഭയങ്കര കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇവക്കും ഇൻട്രസ്റ്റ് ആണ് ഈ ബസ്സിൽ കയറി പോകാനായിട്ട്. ഇനി ഇപ്പോഴേ ബസ്സിൽ കയറ്റി വിടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തൊട്ടടുത്തുള്ള സ്കൂളിലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് കൊണ്ടുവിടുകയും വിളിച്ചോണ്ട് വരാനും എളുപ്പമുണ്ടല്ലോ. ആദ്യം പോയപ്പോൾ ഒരു ബഹളം കഴിഞ്ഞിട്ട് നിൽക്കുക. പിന്നെ ഞാൻ ഡ്രോയിങ് ബുക്ക് എടുത്തു കൊടുത്തേ. അങ്ങനെ റെഡി ആയത് അമ്മുക്കുട്ടിയുടെ സ്കൂളിലെത്തി ഗൈസ്. ചെന്നപ്പോൾ പ്രോഗ്രാം എല്ലാം തുടങ്ങിയായിരുന്നു കേട്ടോ. ഇത് അമ്മുക്കുട്ടിയുടെ ടീച്ചറാണ് കേട്ടോ, ഫാത്തിമ ടീച്ചർ. അങ്ങനെ ഇതേ അമ്മുക്കുട്ടിയുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇതേ അമ്മുക്കുട്ടിയുടെ ഫോട്ടോ കണ്ട ഗൈസ്. അത് കണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ടീച്ചറിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവന്മാരുടെ സ്കൂളിലേക്ക് പോവാണ് ഗൈസ്. അവൾ ഒത്തിരി താമസിച്ചു പോയി. ഈ വഴി പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് എനിക്ക്. ഞങ്ങൾ നേരത്തെ ഇവിടെ ആയിരുന്നു താമസിച്ച സ്കൂളിനടുത്ത് കേട്ടോ. ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇവിടുന്ന് പോരാനേ തോന്നിയിട്ടില്ല ഈ സ്ഥലത്തൊന്നും. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അവന്മാരുടെ സ്കൂളെത്തി ഗൈസ്. ഞങ്ങൾ എത്തിയപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്ന സീനായി കാണുന്നത്. സ്കൂളിലെത്തുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ടീച്ചർമാരൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ. മിക്ക ടീച്ചേഴ്സിനും സച്ചിക്കുട്ടനെ ഭയങ്കര കാര്യമാണ്. അത് തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. സച്ചിക്കുട്ടന്റെ ക്ലാസ് കേട്ടോ. ഇതാണ് സച്ചിക്കുട്ടന്റെ ക്ലാസ് ടീച്ചർ കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചിത്ര ടീച്ചർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. 1ാം ക്ലാസ് മുതലേ നല്ല കമ്പനിയാണ് ടീച്ചർമാരെല്ലാം പൊതുവെ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ഫൈസിയുടെ ക്ലാസ് തപ്പി പോവാണ്. മുകളിലാന്നാ പറഞ്ഞത്. അങ്ങനെ ഫൈസിയുടെ ക്ലാസ് കണ്ടുപിടിച്ചത് രേണു ടീച്ചറാണ് ഇരിക്കുന്നത്. നല്ല കമ്പനിയായിട്ടോ. ഈ വർഷം റിട്ടയർഡ് ആവുക കേട്ടോ ടീച്ചർ. പിന്നെ ഇതിന് ഞങ്ങളുടെ ഷഹബാനത്ത് ടീച്ചർ. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. പിന്നെ ആഷിത ടീച്ചർ. അയ്യോ ഭയങ്കര സന്തോഷം കേട്ടോ ഇവിടെ വരുമ്പോൾ. എല്ലാവരുമായിട്ടും നല്ല പരിചയമാണ്. പിന്നെ ഇതേ സച്ചുവിനെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച രമ്യ ടീച്ചർ ഭയങ്കര പാവമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവനെ. അങ്ങനെ സച്ചിനെയും കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പൈസ ആണെങ്കിൽ ബസ്സിലേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് കേട്ടോ. അത് ഭയങ്കര വല്ലാത്തൊരു മിസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റാണ് കേട്ടോ. സച്ചിനാണെങ്കിൽ ഭയങ്കര സങ്കടം ഇവിടെ വരുമ്പോൾ. അവനിവിടെ കളിക്കാനും സൈക്കിൾ കൂട്ടാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. ഭയങ്കര സങ്കടവും ഇവിടുന്ന് പോകണ്ടായിരുന്നുള്ള ഫീലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് കേട്ടോ. ഇവിടെ സ്കൂളിലും പോയി മടുത്ത് വല്ലാത്തൊരു പുഴുങ്ങലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് കേട്ടോ. ഇതേ പൈസയെ കുറേ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു. അവൻ ബസ്സിലേ വരുന്നുള്ളൂ പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഞാനൊരു മാംഗോ ഷേക്കും പിള്ളേർ പൈനാപ്പിൾ ജ്യൂസും എല്ലാം കുടിച്ചപ്പോൾ പൈസയുടെ കോള് തൊട്ടപ്പുറത്തെ കടയിൽ പോയി അവൻ വിളിച്ചേക്കുന്നത് എവിടാന്നും ചോദിച്ചോണ്ട്. അങ്ങനെ പിണങ്ങി വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ജ്യൂസ് കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പിണക്കത്തിൽ ഇരിക്കുവാണ് കേട്ടോ.